നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രഷ്യസ് ആണ്. ഒരു മനുഷ്യന്റെ കല്യാണം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള പ്രൈസ്ലെസ് മൊമെന്റ്സ് അരങ്ങേറുന്ന ദിവസമാണ്. അത് അത്തരം ഡിസർവ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമേ അത് ഷെയർ ചെയ്യാവൂന്നാണ് ഞാൻ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇപ്പം ജോസഫിന്റെയും ആന്റിയും കാര്യത്തില് നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു, ഒരു ലളിതമായിട്ടുള്ള ഒരു മാരേജ് മതി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആക്ച്വലി ചേട്ടനായിരുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് വളരെ നല്ലൊരു അതാണ് നല്ലത് എന്ന് തോന്നി. നമ്മളിതൊരു ഒരിക്കൽ പോലും ഒരു മാതൃകയാവണമെന്നോ ഇങ്ങനെ ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കംഫർട്ട് അതാണ്. നമ്മുടെ ബന്ധുക്കൾ പറയുമ്പോൾ ചിലരൊക്കെ നമ്മുടെ ഇത് ഏറ്റവും വലിയ വെഡിങ് സെലിബ്രേഷൻ ആക്കാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച കുറെ കസിൻസ് ഉണ്ട്. നമ്മൾ ഇവരോടൊക്കെ ഒരു നോ പറയാണ്. നമ്മുടെ മിയ ചവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത. അപ്പൊ മിയയുടെ കല്യാണം നടക്കുന്നത് കോവിഡ് ടൈമിലാണ്. അപ്പൊ ചവറ മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ മിയോട് ഞാനാ പറഞ്ഞു. മിയയുടെ മദറും കൂടെ ഒരു ദിവസം ഉള്ളപ്പോ അപ്പൊ മിയക്ക് ഡൗട്ടാണ് എന്റെ കല്യാണം എങ്ങനെ ചവറ മാട്രിമോണി വഴി നടക്കുന്ന ഡൗട്ടായിരുന്നു. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ ചവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്. chawramatrimony.com കണക്റ്റിംഗ് ഹാർട്ട്സ്. അതെ, ഒത്തിരി ഹൃദയങ്ങളെ കോർത്തിണക്കി കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ചാവ്ര മാട്രിമോണിയുടെ 30ാം വർഷം ആഘോഷിക്കുമ്പോൾ ദേ ആർ ഇൻട്രൊഡ്യൂസിംഗ് സീ ടോക്ക്. കല്യാണത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പം 2 സെറ്റ് ഓഫ് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മള് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ മൊത്തം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ആഡംബരമായിട്ട് നമ്മൾ കല്യാണം കഴിക്കുക, എല്ലാവരും വിളിച്ചിട്ട്. പിന്നെ ചിലതുണ്ട് നമുക്ക് അത്ര ആഡംബരമായിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടാവില്ല, സിമ്പിളായിട്ട് കഴിക്കാനായിരിക്കും ആഗ്രഹം. പക്ഷെ പാരൻസിന് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരൊറ്റ മകനായിരിക്കും അല്ലെങ്കിൽ മകളായിരിക്കും, നിങ്ങളുടെ വിവാഹം ഇത്രയും പേരെ വിളിച്ച് കൂട്ടി നടത്തണം എന്നുണ്ടാവും. ഇതൊന്നും അല്ലാതെ നമ്മൾ ഇപ്പം ജോസഫ് മാരി ചെയ്ത രീതി എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ആരും അല്ലെ, എനിക്ക് അങ്ങനെയാണ്, പക്ഷെ എന്റെ പാരന്റ്സിന് അങ്ങനെയല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു മൊമെന്റിൽ നമുക്ക് അതിൽ ഇന്നായിട്ട് അങ്ങോട്ട് ഒരു നമ്മൾ അങ്ങോട്ട് ഒത്തു എന്ന് പറയുന്ന ആ ഒരു സിനാരിയോയിൽ നിന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അധികം ചെലവുണ്ടാവില്ല, ഞാൻ പിശിക്കുകയാണ്, അപ്പം എല്ലാം കൊണ്ടും എനിക്കത് നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിമ്പിൾ മാരേജ് ചൂസ് ചെയ്തത്? ആൻഡ് ആദ്യമേ തന്നെ 2 പേർക്കും കൺഗ്രാറ്റ്സ്. അത് ഇപ്പം ഞാൻ പറയട്ടെ, ആക്ട്രസ് ഗ്രേസിന്റെ വെഡിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു ഇപ്പം എത്ര പേർക്ക് അത് ഇൻഫ്ലുവൻസ് ആവുമെന്ന് അറിയോ? എന്നുവെച്ചാൽ അത്രയും ചെലവ് ചുരുക്കിയിട്ട്, പക്ഷെ ഭയങ്കര എന്നുവെച്ചാൽ വേണ്ടപ്പെട്ട നമ്മുടെ കോർ ഫാമിലിനെ കൂട്ടി വെച്ചിട്ട് ഒരു സിമ്പിൾ വെഡിങ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റി എന്താ ജിസേട്ടന്റെ അഭിപ്രായം എന്താ? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ കല്യാണം നമുക്ക് പറയില്ലേ, ചില സമയത്ത് നമുക്ക് ഒരു ഡിസിഷൻ മാറിയെടുക്കാൻ ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമായിരിക്കും. മനസ്സിലായി? ഞങ്ങളുടെ ആ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. 15 വർഷം മുമ്പാണ് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ വിൻസി പറഞ്ഞ വളരെ വലിയ പോയിന്റാണ്. നമ്മൾ ഒരു സാധാരണക്കാരൻ ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച പൈസയുടെ ഒരു വലിയ പങ്കെടുത്ത് ഒരു ദിവസത്തെ കല്യാണത്തിന് സ്പെൻഡ് ചെയ്യാം. അത് ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഭയങ്കര കോമഡി വെച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടുണ്ടാവും. അതായത് ആ നാട്ടുകാരെ വിളിച്ചിട്ടുണ്ടാവും, വീടിന്റെ എല്ലാ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നു. ഇവരെല്ലാം കൂടെ ഒരു ഹോളിനകത്താണുള്ളത്. ഈ ഹോളില് ഭയങ്കര ഒച്ചയിൽ ഒരു DJ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടാവും. ഈ വന്നവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. അതായത് എല്ലാവരും ഉണ്ട്. അതിനേക്കാൾ ഭയങ്കര സുന്ദരമാണ് ഈ കോൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതൊരവസ്ഥയിലും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇമ്മീഡിയറ്റ് ഫാമിലി, കൊളീഗ്സ്, ഇവർ മാത്രമുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അതിനകത്തൊരു അതിന്റെ ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികം സേവ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ മൊമെന്റ്സ് പ്രഷ്യസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രഷ്യസ് ആണ്. ഒരു മനുഷ്യന്റെ കല്യാണം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള പ്രൈസ്ലെസ് മൊമെന്റ്സ് അരങ്ങേറുന്ന ദിവസമാണ്. അത് അത്തരം ഡിസർവ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമേ അത് ഷെയർ ചെയ്യാവൂന്നാണ് ഞാൻ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നത്. മൈൻഡ് ഇൻവോൾവ് അല്ലേ എല്ലാവരുടെയും? ഒരു ഹാപ്പി മൈൻഡ്. നമുക്ക് നമ്മളെ എന്താ പറയാ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന അത്രയും പേര് അല്ലേ, അത് വെച്ചിട്ടൊരു കല്യാണം. ഇവിടെ ഞാൻ ഇപ്പം ജോസഫിന്റെയും ആന്റിയും കാര്യത്തില് നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു, ഒരു ലളിതമായിട്ടുള്ള ഒരു മാരേജ് മതി എന്നാണ് ഞാൻ അറിഞ്ഞത്. വാട്ട് വാസ് ദ റീസൺ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കത്തിനൊക്കെ ഒരു റീസൺ എന്തായിരുന്നു?
ആക്ച്വലി ചേട്ടനായിരുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് വളരെ നല്ലൊരു അതാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ഫാമിലീസിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെ ഫാമിലിയും ഒരുമിച്ച് നിന്നു. യാ നമ്മളിതൊരു ഒരിക്കൽ പോലും ഒരു മാതൃകയാവണമെന്നോ ഇങ്ങനെ ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കംഫർട്ട് അതാണ്. എനിക്കൊരു നോയ്സി വെഡിങ്ങിനേക്കാൾ എന്തുകൊണ്ടോ എനിക്ക് കംഫർട്ട്. ഇപ്പം നമ്മൾ പള്ളിയിൽ പലപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു പക്ഷെ ഒരുപാട് പേര് നിൽക്കുന്നതിനേക്കാൾ എന്തോ പ്രത്യേക സാഹചര്യം ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്തൊരു ഐ ഫീൽ പേഴ്സണൽ വിത്ത് ഗോഡ് സംടൈംസ് എന്ന് പറഞ്ഞ പോലെ വിവാഹം എന്ന സമയത്ത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ബിജുസേട്ടൻ പറഞ്ഞ പോലെ അവർ ചുറ്റിലും നിൽക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആ ഒരു കർമ്മം നടത്തി നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് ഒരുമിച്ച് കടന്നു പോകുന്നു. പിന്നെ അതിൻ്റെ ഇതിനകത്ത് ഈസി അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് പറയുന്ന പോലെ എളുപ്പമല്ല. നമ്മളിപ്പോ എന്റെ 2 ചേട്ടന്മാർക്ക് വെഡിങ്ങിന് വരാൻ പറ്റില്ല. 2 ചേട്ടന്മാർ ഓസ്ട്രേലിയയിലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ തന്നെ ചില ഒരാൾക്ക് വരണമെന്നുണ്ട്. പക്ഷെ അത് അവർക്ക് വേണ്ടി കല്യാണം നടത്തണമെങ്കിൽ പിന്നെയും അവരുടെ വെക്കേഷന് വേണ്ടി ഞാൻ ഒരു 8-9 മാസം വെയിറ്റ് ചെയ്യണം. അപ്പൊ അവർ പറഞ്ഞു അത് വേണ്ട, നീ കല്യാണം കഴിക്കി. നമ്മുടെ ബന്ധുക്കൾ പറയുമ്പോൾ ചിലരൊക്കെ നമ്മുടെ ഇത് ഏറ്റവും വലിയ വെഡിങ് സെലിബ്രേഷൻ ആക്കാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച കുറേ കസിൻസ് ഉണ്ട്. ചേട്ടൻ്റെ വിവാഹത്തിന് വേണ്ടി ഡാൻസ് നേരത്തെ അങ്ങനെ വെറുതെ ചെറിയ മക്കളുടെ അതുപോലത്തെ സ്വപ്നങ്ങൾ കണ്ടവരുണ്ട്. നമ്മൾ ഇവരോടൊക്കെ ഒരു നോ പറയാണ്. എൻ്റെ ഫാമിലി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഞങ്ങളുടെ ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു മാസം നമ്മളെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് കൂടുമ്പോഴാണ് ഞാൻ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തു. നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയാണ്, ഞാനിത് വളരെ പ്രൈവറ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഞാനും ഒപ്പനമ്മയും എൻ്റെ കുടുംബവും അവളുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളതിനെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ റിക്വസ്റ്റ്, ഞാനിങ്ങനെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. എൻറ്റയർ ഫാമിലി, അമ്മയുടെ വീട്ടിൽ 10 മക്കളുണ്ട്. അവരെല്ലാവരും കൈയടിച്ചു. അവർ വന്ന് എനിക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, നന്നായി എന്ന് പറഞ്ഞു. എന്നാൽ ഫാദറിൻ്റെ, എൻ്റെ അപ്പച്ചൻ്റെ വലിയ ഡ്രീമായിരുന്നു കറുകുറ്റി കണ്ട ഏറ്റവും വലിയ കല്യാണം നടത്തണമെന്നുള്ളത്. പുള്ളി ഒഴിവ് സമയങ്ങളിലൊക്കെ സമയം കളഞ്ഞിരുന്നത് കല്യാണക്കൂടി ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, എത്ര സെക്യൂരിറ്റിനെ കാറ് മാറ്റിയിടാൻ ഇടണം, ഇതിലൊക്കെ. കാരണം അപ്പന് ഒരുപാട് സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അവിടെ അപ്പൻ എന്ന ആളും ചിന്തിച്ചത് മേ ബി ഹീസ് റൈറ്റ്. പിന്നെ ഏറ്റവും ഒരു മറ്റൊരു കാര്യം, അത് കഴിഞ്ഞ് ഇന്ന് വരെ ഒരിക്കൽ പോലും അപ്പൻ ഇതിനും വലിയ കല്യാണങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ നടത്തിയതിന് നമുക്ക് നമ്മുടെ എക്സ്ട്രീംലി പേഴ്സണൽ ആയിട്ടുള്ളൊരു കോഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് തീരുമാനം. ഞാനത് ആനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ആന അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്വീകരിച്ചത്. ആന് ഡിഫിക്കൽട്ടായിരുന്നു. ആൻ്റെ വീട്ടിൽ ആദ്യത്തെ കല്യാണമാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് അമ്മയ്ക്കൊക്കെ ഇത്, ബട്ട് അവരും വളരെ ഗ്രേസ്ഫുള്ളി അതിനോട് എഗ്രി ചെയ്തു. നമ്മൾ അധികം ഫൈറ്റ് ചെയ്യേണ്ടി വന്നില്ല. രണ്ടുപേരും ഒരുപോലെ സമ്മതിക്കണം എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ആഗ്രഹം മാത്രമല്ലല്ലോ. എത്ര പേരുണ്ട്? ഞങ്ങളുടെ വെഡിങ്ങിന്റെ ഫോട്ടോ കണ്ടാൽ എന്റെ പട്ടമാണെന്ന് ചിലപ്പോൾ കരുതും. കാരണം ഞാൻ സെമിനാരിൽ പോയതുകൊണ്ട് എന്റെ ഗുരുക്കന്മാര്, അടുത്ത സുഹൃത്ത് മുഴുവൻ ഒക്കെ അച്ഛന്മാരാണ്. ഒരു 5-6 ഫ്രണ്ട്സ്, അവര് കോർ ഫ്രണ്ട്സും, ബട്ട് ദേ ആർ പ്രീസ്റ്റ്. അപ്പോൾ ഒരു 6 അച്ഛന്മാരും എൻ്റെ അപ്പനും അമ്മയും ഞാനും. ബിഷപ്പാണ് അത് ബ്ലസ് ചെയ്തത്. ബിഷപ്പ് ഇവരുടെ ഒരു സുഹൃത്താണ്, വാണിയമ്പലക്കൽ ബിഷപ്പ്. ഇവളുടെ സൈഡിൽ നിന്ന് ഇവർക്ക് ആദ്യത്തെ വെഡിങ് ആയതുകൊണ്ട് ഒരു 10 കസിൻസ് അവരുടെ വന്നിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ ആൽബിൻ, നീ വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ട് അവൻ ഖത്തറിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് കല്യാണം കൂടി അന്ന് വൈകുന്നേരം തിരിച്ച് ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി. പിന്നെ ഋഷികേഷ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇപ്പോൾ ചോദിച്ചത്, നിങ്ങളുടെ വീട് പണി ഒരു കല്ലൊക്കെ തന്നാൽ വിളിക്കൂ എന്നെ കല്യാണം എന്നെ പറഞ്ഞങ്ങനെ, ചേട്ടാ ഞാൻ ദിവസം കല്യാണം കഴിക്കാൻ പോകണം. അപ്പൊ ഞാൻ മനസ്സിൽ അപ്പത്തന്നെ സെറ്റ് ഓക്കെ അന്ന് ഓക്കെ ഡേറ്റ് ഉണ്ടോ ചേട്ടാ. അപ്പൊ ഇത് ചേട്ടൻ പ്രാർത്ഥിക്കണം, ആരെയും വിളിക്കുന്നു. അല്ല, ജോസഫിന്റെ 2 ചേട്ടന്മാരല്ലേ, അവരുടെ കല്യാണം എങ്ങനെയായിരുന്നു? അവർ രണ്ടും നോർമൽ ഇതുപോലെ എല്ലാരും വിളിച്ച് വലിയ സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലത്തെ തലേദിവസ പരിപാടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അന്നായിരുന്നു പക്ഷെ നോർമൽ വെഡിങ് ആയിരുന്നു. ആളുകളൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച വെഡിങ് ആയിരുന്നു. ആനിന് ഒരു മോളാണോ അതോ സിബ്ലിങ്സ് ഉണ്ടോ? ഒരു ബ്രദർ ഉണ്ട്, യങ്ങർ ബ്രദർ. അവന്റെ കല്യാണം ഇങ്ങനെ വെരി ഗുഡ്. അവൻ ഓൾറെഡി അങ്ങനെയാണ് അവന്റെ മൈൻഡ്. വെരി ഗുഡ്. ഇപ്പൊ ജോസഫ് ജിസിനെ വിളിച്ച പോലെ തന്നെ എനിക്കൊരു വിളി കിട്ടിയായിരുന്നു. നമ്മുടെ മിയ ചവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത. അപ്പൊ മിയയുടെ കല്യാണം നടക്കുന്നത് ഈ കോവിഡ് ടൈമിലാണ്. അപ്പൊ ചവറ മാട്രിമോണി രജിസ്റ്റർ ചെയ്യാൻ മിയോട് ഞാനാ പറഞ്ഞു. മിയയുടെ മദറും കൂടെ ഒരു ദിവസം ഉള്ളപ്പോൾ
അപ്പം മിയയ്ക്ക് ഡൗട്ടാ എങ്ങനെ എൻ്റെ കല്യാണം എങ്ങനെ ചാവറ മാട്രിമോണി വഴി നടക്കുന്ന ഡൗട്ടായിരുന്നു. മിയയുടെ കല്യാണം നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ കല്യാണമാണ് പള്ളിയിൽ ഇതെല്ലാം കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പിന്നെ എറണാകുളത്തും ഒക്കെയുള്ള കാര്യം പറഞ്ഞു, പക്ഷെ ചേട്ടൻ വരരുത്. കാരണം ഞങ്ങൾ വളരെ ചുരുങ്ങിയ ആൾക്കാർ, കോവിഡിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കാത്ത കല്യാണങ്ങളുടെ വിളിയും നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ജോസഫ് ചെയ്ത കാര്യത്തിന് ഒരു നല്ല വശമുണ്ട്. അത് അവർ ആ പൈസ യൂട്ടിലൈസ് ചെയ്തതിന്റെ ഒരു വലിയ മഹത്വമുണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ആവരുത്. കാരണം ഇവിടെ ഈ നാടിനൊരു വെഡിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ ജോലിയാണ്. അത് വെഡിങ് മാനേജ്മെന്റ് ബിസിനസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, സ്റ്റേജ് വർക്കേഴ്സ് ഉണ്ട്, ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിൽ വളരെ ഭയങ്കര ആർഭാടത്തിലേക്ക് പോകരുതെന്നേ ഉള്ളൂ. പക്ഷെ ഒരു മിനിമം ലെവലിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന, പിന്നെ ഈ ജോസഫിനെ പോലെ വലിയ ചിന്തകൾ എല്ലാവർക്കും ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം. എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഇതില് ഗംഭീരത്തിന്റെ പ്രശ്നമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചില കാര്യത്തിൽ ഫോക്കസ് പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ടു മച്ച് ഫോക്കസ് ഓൺ ദ വെഡിങ് ഡേ. അതിന്റെ ഒരുക്കങ്ങളാണ്. അമ്മാവൻ ഏത് സ്റ്റെപ്പ് എടുക്കണം എന്നൊക്കെ ഇവര് പറഞ്ഞ പാവ അമ്മാവൻ ഈ ഷാവ സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിക്ക് ടെൻഷനാണ്. അപ്പൊ വല്ലാത്ത പ്രഷർ പിള്ളേര് റിലേറ്റീവ്സിന് കൊടുത്ത് കല്യാണത്തിന്റെയൊക്കെ ഈ വെഡിങ് ഡേ ഭംഗിയാക്കും. ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് മാരേജ് ആഫ്റ്റർ ദാറ്റ്. ഈ മാരേജ് എന്ന് പറയുന്ന ഒരു സാക്രമെന്റ് പിന്നീട് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് ഈ ചാവറ മാട്രിമോണി ഈ ടോക്കിലൂടെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ ബ്രദറിൻ്റെ മക്കളും, ടെസ്സിയുടെ സിസ്റ്ററുടെ മക്കളും, എൻ്റെ സിസ്റ്റർ മക്കളും എല്ലാം ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണം കഴിക്കാനുള്ള കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവരൊക്കെ പക്ഷേ ഈ കല്യാണത്തിൻ്റെയൊക്കെ ലിസ്റ്റ് വരുമ്പോൾ നേരത്തെ ജോസഫ് പറഞ്ഞ ഒരു പോയിന്റ് ഈ പിള്ളേർക്കൊക്കെ ഉണ്ട്. അതായത് ഒരു 10,000-2,000 ആൾക്കാരൊന്നും വേണ്ട, ഞങ്ങളെ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ മാത്രം ഞങ്ങളുടെ ചടങ്ങിൽ പങ്കെടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ചില നല്ല വശങ്ങളും ഫോമായി വരുന്നുണ്ട്. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്.